ഇനി 5 നാളുകൾ കലയുടെ വസന്തം പെയ്തിറങ്ങാൻ പോവുകയാണ്. അരങ്ങ് ഉണരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 24 വേദികളിലായിട്ടാണ് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലെ മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കാൻ പോകുന്നത്. കലോത്സവ നഗരിയിലേക്ക് നമുക്ക് തത്സമയ വിശേഷങ്ങളുമായി പോകാം. ഇന്ദുലേഖ രേണു തത്സമയം ചേരുന്നുണ്ട്. ഇന്ദു, ഇത്തവണ ഒരുപാട് പ്രത്യേകതകളുണ്ട്. തൃശ്ശൂരിൻ്റെ മണ്ണാണ്. ശക്തൻ്റെ തട്ടകത്തിലേക്ക് കലോത്സവം എത്തുമ്പോൾ അങ്ങനെ മേളകൾക്കും കലാരവങ്ങൾക്കുമൊക്കെ തന്നെ വസന്ത ഭൂമിയായിട്ടുള്ള തൃശ്ശൂർ എന്ന പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പാലുകാച്ചൽ ചടങ്ങ് നമ്മൾ തത്സമയം പ്രേക്ഷകരെ കാണിച്ചിരുന്നു. കലാകാരന്മാരും കലാകാരികളുമൊക്കെ എത്തിത്തുടങ്ങിയോ? വിശേഷങ്ങൾ പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കലോത്സവമാണ്. 64ാമത് കലോത്സവം ഇങ്ങനെ തൃശ്ശൂരിൻ്റെ മണ്ണിൽ വത്തി നിൽക്കുമ്പോൾ ശക്തൻ്റെ തട്ടകമാണ്, പൂരങ്ങളുടെ നാടാണ്. ആകെ കൂടെ ഒരു മേളം തന്നെയായിരിക്കും ഇവിടെ നാളെ മുതൽ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 6 മണിക്ക് ശേഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഡ്രസ് റിഹേഴ്സലും നാളത്തെ പരിപാടികളുടെ തുടക്കമൊക്കെ ഇവിടെ അങ്ങനെ കുറിക്കാൻ പോവുകയാണ്. ഇപ്പം തന്നെ നമുക്ക് കാണാം കുറച്ച് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഒരു 6 മണിക്ക് ശേഷമാകുമ്പോഴത്തേക്കും ഇവിടെ റിഹേഴ്സൽ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ വേഷവിധാനങ്ങളിലെത്തും. അപ്പോൾ ആ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയാണ് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇവിടെ തുടങ്ങിയിരിക്കുകയാണെന്ന് പറയാം. ഈ കലോത്സവത്തിനായി കുട്ടികൾ മാത്രമല്ല മാധ്യമപ്രവർത്തകരൊക്കെ ഒരുങ്ങി നിൽക്കുകയാണെന്ന് പറയാം. കാരണം ഈ പവലിയൻ്റെ 2 സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മാധ്യമപ്രവർത്തകർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഓരോ ചാനലുകളുടെയും പവലിയനുകൾ ഇങ്ങനെ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും പൂർത്തിയായിട്ടില്ല. പക്ഷേ ഇന്ന് ഒരു രാത്രി ആവുന്നതോടുകൂടി എല്ലാം പൂർത്തിയായ ആ ഒരു മേളത്തിൻ്റെ ആ ഒരു തിരക്കിലേക്ക് നമ്മളും അങ്ങ് കയറുമെന്ന് തന്നെ പറയാം. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരിക്കും ഓരോരുത്തരും വന്ന് നിൽക്കുക. ഒരു ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പ്രൈസ് എന്നതിനും അപ്പുറം സംസ്ഥാന തലത്തിൽ കലോത്സവത്തിലെത്തുക, ഇവിടെ വേദിയിൽ മത്സരിക്കുക, അതിനൊരു നേട്ടം, അത് തന്നെ ഒരു വലിയൊരു പുരസ്കാര നേട്ടമായി കരുതിയായിരിക്കും ഓരോ കുഞ്ഞുങ്ങളും ഈ വേദിയിലേക്ക് വരും. അപ്പം നാളെ രാവിലെ മുതൽ അടുത്തൊരു 5 ദിവസത്തേക്ക് ഇവിടെ നടക്കാൻ പോകുന്നത് ശരിക്കും തൃശ്ശൂർ പൂരത്തിനും സമാനമായിട്ടുള്ള ഒരു പൂരം തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഇവിടേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ അധികം ഇങ്ങനെ വന്നു തുടങ്ങും. മാത്രമല്ല നമ്മൾ എല്ലാവരും തയ്യാറായിരിക്കുന്ന പോലെ നമ്മളും ഇങ്ങനെ മാതൃഭൂമിയോടൊക്കെ എല്ലാവരും ഇങ്ങനെ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ എന്താണ് പറയുന്നത്, തലയെടുപ്പോടെ നമ്മുടെ റിപ്പോർട്ടേഴ്സും അതുപോലെ തന്നെ ആങ്കേഴ്സും ഒക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണം. അപ്പോൾ അടുത്ത കുറച്ച് ദിവസത്തേക്ക് ഈ പൂരം കലറാക്കാൻ പോകുന്ന കുറച്ചധികം ആളുകൾ എൻ്റെ കൂടെ ഒക്കെ ഉണ്ട്. അരുണേട്ടാ, അപ്പോൾ എത്രാമത്തെ കലോത്സവ റിപ്പോർട്ട്? ഞാനിതിപ്പോ തുടർച്ചയായിട്ട് 4ാമത്തെ കലോത്സവമായി. അപ്പോൾ എപ്പോ വന്നാലും ഒരു വൈബിൽ ഒരു മാറ്റമില്ല. ഷിനോജ ഉണ്ടോ എന്തൊക്കെയോ പറയാൻ വേണ്ടി ത്രില്ലടിച്ച് നിൽക്കാണ്. അപ്പോ ഷിനോജ എന്തൊക്കെയോ പറയാൻ വേണ്ടി വെമ്പിക്കുക. അത് നമ്മുടെ എന്തായാലും അടിപൊളി സംഭവമാണ്. തൃശ്ശൂർ എന്ന് പറയാനുള്ള കൾച്ചറൽ സെന്റർ ആണ്. അപ്പൊ ഇതെന്തായാലും തകർത്തിരിക്കും. ഇതെന്നൊരു മോസ്റ്റ് മെമ്മറബിൾ ഇവന്റ് ആയിട്ട് കാണാൻ വന്നത്. ഇവിടെ എന്താ 5 ദിവസം ഉണ്ടാവും. സ്ഥലം തൃശ്ശൂർ ആവുകൊണ്ട് തന്നെ താമസം. അടുത്തന്നെ അയ്യന്തോളം താമസം. അതുവരെ കഴിഞ്ഞ ബസ് അടിച്ചോണ്ടിരുന്ന ഇവനൊക്കെ വന്ന് ഇത്തവണ ഇല്ല. നമ്മളൊക്കെ പുലികളാണ്. ഇവന്റെ ഫ്രണ്ടാണ്. നമുക്കറിയാം. മലയാളം, Kannada, Tamil, Telugu, Hindi, all those things. Not Malayalam. Because we are working in the oil and gas. So we all work abroad, all the country we work, many countries. Oil and gas. It's marvelous actually. It's fantastic. It's marvelous. I just explain everything. What is the things and what is happening. I explain everything. Okay. So anyway, enjoy the festival. All the best. ചേട്ടാ, ഇവിടെ ഉള്ളതാണോ ചേട്ടൻ? എവിടെ കലോത്സവം എങ്ങനെയുണ്ട്? കാണാൻ തുടങ്ങിയിട്ടില്ല. വൈബില്ല. ഇല്ല. നാളത്തോട്ട് വൈബാവും. സ്ഥലം എവിടെയാ ചേട്ടൻ്റെ? തൃശ്ശൂരൊക്കെ തന്നെയാണ്. നമ്മളെല്ലാം അല്ലേ വൈബ അല്ലേ? കലോത്സവം ആയാലും പൂരം ആയാലും പുലികളി ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പൂരതിനേക്കാളും ഗംഭീര. അതിനേക്കാളും ഗംഭീരാക്കണ്ടേ ഇത്? ഏതാ ആര് കലോത്സവം? അതെ, എല്ലാ കൊല്ലം ഉണ്ട്. ഇപ്പം ആദ്യത്തെ പൂരമാണോ തൃശ്ശൂർ കലോത്സവ പൂരം? ആദ്യത്തെ കലോത്സവ പൂരമാണ്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴാണ് അവസാനം കലോത്സവം കണ്ടത്. അത് കഴിഞ്ഞു അവിടെ എന്തായിരുന്നു സത്യത്തില്? അന്ന് ഞാൻ വഞ്ചിപ്പാട്ടൊക്കെ ആയിരുന്നു എന്റെ ഐറ്റം. അങ്ങനെ ഇല്ല, ഡാൻസ് അത്ര കഴിവില്ല. എന്നാലും ഉള്ള കഴിവ് വെച്ചിട്ട് നമ്മളിങ്ങനെ മത്സരിച്ച് പോയതായിരുന്നു. ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ആവശ്യം വീണ്ടും ഒന്ന് കാണാൻ വേണ്ടി ഇന്ന് പോന്നേക്കുവാ. നാളെ മുതൽ അക്ഷയൊക്കെ ഡാൻസിനുണ്ടായിരുന്നു. ഈ
നമ്മളെന്തായാലും നമ്മൾ കുറെ ഐറ്റത്തിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സംസ്ഥാന കലോത്സവത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ഐറ്റത്തിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അടിപൊളിയാക്കും അല്ലേ? അല്ലേ? ഈ പൂര നഗരി എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്ക് ഇവിടെ നോക്കുന്ന നിറയെ ആൾക്കാരുണ്ട് ഇവിടെ. അതാണ് വ്യത്യാസം. കഴിഞ്ഞ തവണ നമ്മൾ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ ഇത്ര ആൾക്കൂട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇപ്പോഴേ റിഹേഴ്സൽ നടക്കാൻ വേണ്ടി പൂര വൈബാ. തൃശ്ശൂർ എപ്പോഴും ഒരു പൂര വൈബ് തന്നെ ഇപ്പൊ കാണാൻ പറ്റുന്നത്. അതെ, ആ പൂര വൈബാണ്. അപ്പൊ പൊളിക്കണ ഗടികൾ എന്ന് നമുക്ക് പറയുന്ന പോലെ ഇവിടെയുള്ള ഗടികളാകെ പൊളിക്കുന്ന ഒരു കുറെ കാഴ്ചകളായിരിക്കും ഇവിടെ ഇവിടെ ഉള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഇപ്പൊ ഇതാ നമുക്ക് കാണാം, ഇതാണ് മെയിൻ സ്റ്റേജ്. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം. അവിടെ മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും ജില്ലയിലെ മന്ത്രിമാരുടെയും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയുടെ ഒക്കെ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നാളെ ഇവിടുത്തെ താരങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളാണ്. ആ കുട്ടി ഞങ്ങളെ കുറിച്ച് പറയാനായിട്ട് ഗാർഡിയൻ സിറിയൻ സ്കൂളിനെ കുറിച്ച് സ്കൂളിന്റെ പ്രത്യേകത ഞങ്ങളുടെ കാർണികാരം സ്റ്റേജ് മനസ്സിലായല്ലോ. അവിടുത്തെ കുട്ടികളുടെ HM സ്റ്റേജൊക്കെ ഞങ്ങളിന്ന് ഫുൾ ഇവിടാണ്. ഇവിടെ തൃശ്ശൂർ. എന്തായാലും വരാം, നമ്മൾ എല്ലാ ദിവസങ്ങളും വരാം. അപ്പൊ ടീച്ചർ ഇവിടെ എല്ലാ അതായത് മോളെ എന്താ പ്രശ്നം? ഡാൻസ് കളിക്കാൻ പോവാ? തെറ്റാണ് നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ കളിക്കുന്നത്? അത് പറ. കളിക്കും എന്താണ് കളിക്കും? അപ്പൊ നിങ്ങൾ 2 മുദ്ര പ്രേക്ഷകർക്ക് വേണ്ടി 2 എന്തെങ്കിലും ഒന്ന് കാണിച്ചു. പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾ ഞങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് പൂരം അല്ലേ? എല്ലാരും വൈബാണോ മൊത്തത്തിൽ? നിങ്ങൾ ഇവിടെ കലോ കപ്പ് മേടിക്കും. ഏത് കപ്പ് മേടിക്കും? ഞങ്ങൾ ഇവിടുത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കപ്പ് മേടിക്കും. കപ്പ് മേടിച്ചിട്ടേ പോകുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തരില്ല എന്നാണ് പറയുന്നത്. ആര് പറഞ്ഞു? ഇപ്പത്തെ ജേതാക്കള് പറയുന്നത് കപ്പ് നിങ്ങൾക്ക് തരില്ല. കളക്ടർ മൊത്തം എല്ലാരും കളക്ടർ കട്ട സപ്പോർട്ടാണല്ലേ? സപ്പോർട്ടാണ്, നല്ല ഫ്രണ്ട്ലി ആണ്. ടീച്ചർ ഇവിടെ നിന്ന് ഉറച്ചു പാടാനൊക്കെ പറയുന്നുണ്ട്. എന്താ ഉറച്ചു പാടാൻ പറഞ്ഞത്? അതെ, ഞങ്ങളുടെ കപ്പ്, തൃശ്ശൂരിന്റെ കപ്പ് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ തിരുവനന്തപുരംകാർ ഇവിടെ ഉള്ള കാലം കോഴിക്കോടുകാർ ഇവിടെ ഉണ്ട്. കോഴിക്കോടുകാരുണ്ട്. ഒറ്റ കാര്യം, തൃശ്ശൂരല്ലേ? അപ്പൊ തൃശ്ശൂരാർ, നമ്മൾ കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം എല്ലാ ജില്ലക്കാരുണ്ട്. ഒരു അടിപൊളി പാട്ട് പാടുവോ? എല്ലാവരും കൂടെ പാടും. ഉറക്കെ എല്ലാവർക്കും അടിപൊളി പാട്ടായിരിക്കണം. കൈയടിക്കാൻ പറ്റണം. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, പിന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. ഇവരൊരുക്കാരുണ്ട്. നമ്മളിവിടെ പ്രാദേശികവാദത്തെ പറ്റി പറഞ്ഞപ്പോഴേ അപ്പൊ ഇടത്തിറക്കല്ലേ പാട്ട്. 14 ജില്ലകളും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം. അങ്ങനെ തർക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാ എല്ലാരും കപ്പും കൊണ്ടേ പോകൂന്ന് പറഞ്ഞ് ഉറച്ച വിശ്വാസത്തിലും നല്ല ആവേശത്തിലുമാണ്. അപ്പൊ ഒരു പൂരം ഇവിടെ തുടങ്ങുകയാണ് പ്രതീക്ഷ.